സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. കനത്ത മഴയിൽ പാലക്കാട് വടക്കാഞ്ചേരി മുടപ്പല്ലൂരിൽ കരിപ്പാലിപ്പുഴ കരകവിഞ്ഞു. ഇതോടെ കരിപ്പാലി പാലം വെള്ളത്തിനടിയിലായി. വിലക്ക് ലംഘിച്ച് ഇരുചക്ര വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പാലക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയിട്ടുമുണ്ട്. പോത്തുണ്ടി മംഗലം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതോടെ കരിപ്പാലിപ്പുഴയിൽ വലിയ രീതിയിൽ നീരൊഴുക്ക് വർദ്ധിച്ചു. ശക്തമായ മഴയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കരിപ്പാലി പാലം മുങ്ങുന്ന ഒരു സ്ഥിതി വന്നത്. പുഴ കര കവിഞ്ഞൊഴുകി ഈ പാലം മുങ്ങി. അങ്ങനെ ഈ പാലത്തിന് സമീപത്തുള്ള സ്കൂളിൽ നിന്ന് അവധിയാണ്. കാരണം കുട്ടികൾക്ക് ഈ പാലം കടന്ന് വരിക എന്നുള്ളത് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പാലത്തിലൂടെ ഇരുചക്ര വാഹനങ്ങൾ പോകുന്നത് വലിയ രീതിയിൽ അപകടമുണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും ഈ വാഹനങ്ങൾ ഇതുവഴി മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നു. പാലത്തിൻ്റെ നടുക്ക് വെച്ച് വാഹനം ഓഫാകുന്നു. അങ്ങനെ അതൊരു പ്രശ്നത്തിലേക്ക് നീങ്ങുന്നു. പിന്നീട് നാട്ടുകാരൊക്കെ ഇടപെട്ടാണ് അവരെ കരയിലേക്ക് കൊണ്ടുവരുന്നതും വാഹനങ്ങൾ കരയിലേക്ക് കയറ്റുന്നതും ഒക്കെ. അപ്പോൾ ആ വഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ പലരും അത് പാലിച്ചില്ല. ഇപ്പോഴവിടെ പോലീസ് നിന്ന് കാവലേർപ്പെടുത്തി വാഹനങ്ങളെ അവിടെ വെച്ച് തടയുന്നുണ്ട്. ഇത്തരമുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സ്വയം ഒരു സുരക്ഷ കൂടി പാലിക്കണം എന്നുള്ളത് കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. പാലക്കാട് അതേസമയം തന്നെ കാഞ്ഞിരം ഡാമിൻ്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയിട്ടുണ്ട്. 3 സ്പിൽവേ ഷട്ടറുകൾ 15 സെൻറ്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. ശിരുവാണി ഡാമിൻ്റെ സൂയിസ് ഷട്ടറുകൾ 100 സെൻറ്റിമീറ്റർ വീതം ഉയർത്തുമെന്നുള്ള അറിയിപ്പും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ മഴ ഇടവിട്ട് പെയ്യുന്ന ഒരു സ്ഥിതിയാണുള്ളത്.